ഈ നടന് വേണ്ടിയിട്ട് എഴുതുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു നടൻ ലോക്കായാൽ അയാൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത് എളുപ്പമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പം ശരിക്കും അയാളെ എന്താ ഇഷ്ടപ്പെടുത്തുക? ചിലപ്പോൾ അയാളുടെ താരമൂല്യമാണോ, അല്ലെങ്കിൽ അയാൾ കഥാപാത്രത്തെ അയാൾ ഉൾക്കൊള്ളുന്ന വിധമാണോ, അയാൾ ഇങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ തെറ്റാണ്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ഇപ്പം ജോജു ജോസഫ് ചെയ്യുമ്പോൾ ജോജുവായിട്ട് ഈ കഥ സംസാരിച്ച് ഏകദേശം ഒരു 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയാകുന്നത്. അതുവരെ ജോജുവിൻ്റെ കൂടെ ഉണ്ട്, ജോജുവിൻ്റെ സുഹൃത്തായിട്ട് നടന്നിട്ടുണ്ട്, ജോജുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ജോജു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ നമുക്ക് കുറേ കണക്റ്റ് ആവും. അയാളുടെ ഹൈസ് ലോസ് അങ്ങനെ കുറേ. പിന്നീട് ചാക്കോച്ചനായിട്ട് പടം ചെയ്യുമ്പോഴും ചാക്കോച്ചന് നമുക്ക് കുറേ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്, ചാക്കോച്ചനുമായിട്ട് ഇരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ അങ്ങനെ എന്നോട് അടുത്ത് ബന്ധമുള്ള ആൾക്കാർ ഇപ്പം അതിൽ ഇച്ചിരി ബന്ധമില്ലാതെ എൻ്റെ സിനിമയെ ഡയറക്റ്റ് വന്നിരിക്കുന്ന ഒരാൾ സൗബിൻ മാത്രമാണ്. ഞാനുമായിട്ട് സൗബിൻ. പക്ഷേ സൗബിൻ സെറ്റ് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഓക്കെയാണ്. പിന്നെ സൗബിൻ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. നമുക്ക് സൗബിൻ ചെയ്യുമെന്ന് നമ്മുടെ വിശ്വാസമുള്ളൂ. കാരണം അത് അങ്ങനെ എടുത്തിരിക്കുന്ന അല്ലേ, സിനിമ വന്നതിന് ശേഷം ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് സൗബിനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് വരെ സൗബിനും ഞാനുമായിട്ട് അങ്ങനെ പരിചയമില്ല. കഥ പറഞ്ഞു അഭിനയിക്കാന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധമുള്ളത്. ഭാര്യയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒട്ടും ഭാര്യയോട് പ്രണയമില്ലാതെ ഭാര്യയുടെ ശരീരത്തിനോട് മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാളോട് ഇയാൾക്ക് എങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാന്ന് മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. മേ ബി ഇന്നത്തെ കാലത്ത് അറിയാം, ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്കൊരു എക്സ്റ്റർണൽ അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബ്രേക്ക് ആവാം. കുറച്ച് മെച്ചറായിട്ട് ആൾക്കാർ എന്നാൽ നമുക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോവാം. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതുണ്ടാവും, കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോവാം. പക്ഷേ ഇതിൻ്റെയൊക്കെ റിവെഞ്ചസ് കുറവാണ് മറ്റേ ഓപ്പോസിറ്റ് ആളോട്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് ഏറ്റവും അടുത്തിരുന്നിട്ട് ഒരാളാണ് ഇടപെടുന്നതെങ്കിൽ ഏറ്റവും റിവെഞ്ച് ഉണ്ടാകുന്നത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനൊരു കഥ അങ്ങനെ വെക്കേണ്ടി വന്നത്. കാരണം ഒരാൾ ഇത്രയും ബ്രൂട്ടലി ചെയ്യണമെങ്കിൽ അത്രയും ഹട്ട് ചെയ്യണം അയാളെ. വിശ്വസിച്ച് തൻ്റെ സുഹൃത്തായിട്ട് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്ന ആളാണല്ലോ. ആ ഒരു ലോജിക്കാണ് അവിടെ റൈറ്റേഴ്സ് പറഞ്ഞത്. ഈ ഡിപ്രഷൻ കഥാപാത്രങ്ങൾക്ക് വരുന്നത് ഷാഹിക്ക് പണ്ട് ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. എനിക്ക് ക്ലിനിക്കലി ഡിപ്രഷൻ ഇതുവരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് ആങ്സൈറ്റികൾ ഉണ്ടാവാറുണ്ട്. അതൊരു പർട്ടിക്കുലർ, ഞാൻ മരുന്നെടുത്തിട്ടില്ല ആങ്സൈറ്റിക്ക്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ഭയം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആങ്സൈറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച ആളോട്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകുന്ന ഒരാളാണ്. എനിക്ക് ഹാപ്പിനെസ് ഇല്ലെന്നല്ല, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കളിക്കുക, ചിരിക്കുക, അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡൾ പരിപാടിയുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോയിട്ടേ പിന്നെ അതിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമോ സംഭവിച്ചത്, ഞാൻ അന്ന് അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കുമോ, ഇന്ന് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടായിരിക്കുമോ, ആ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തില്ലേ, അങ്ങനെ അത് ചിന്തിച്ച് ഈ സാച്ചുറേഷനിലെത്തിയിട്ട് ഇത് മറികടക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഷാഹിക്ക്? ഇല്ല, നമുക്ക് എന്ത് പെയിൻ ഉണ്ടായാലും നമ്മൾ കുറച്ചാളത് എന്തായാലും മനുഷ്യനാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ വെളിയിലോട്ട് ചാടുക എന്ന് പറയുന്ന ഫസ്റ്റ് പരിപാടികളിലോട്ട് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു ടോർച്ചർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് മെന്റലി ടോർച്ചർ ആവുന്ന സ്ഥലത്ത് നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്പേസസിനകത്ത് ഈ ഡിപ്രഷനെയും ദുഃഖത്തിനെയും 2 രീതിയിലാണ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആൾക്കൊരു പെയിൻ ഉണ്ടായി, ഒരു സാഡ്നെസ് ഉണ്ടായി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇത് ഡിപ്രഷനായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ സിംറ്റംസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഈ എങ്ങനെ ഓവർകം ചെയ്യാന്നൊക്കെയുള്ള റെമഡികളൊക്കെ പറയുന്ന റീലുകളൊക്കെ ഉണ്ട്. ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യവും നിരാശ എന്ന് പറയുന്ന കാര്യം 2 രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ എല്ലാ കാര്യവും ഡിപ്രഷനായിട്ട് കാണിക്കുന്നൊരു വിധം പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം വന്നതോടുകൂടിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഡിപ്രഷൻ, ഞാൻ ഇച്ചിരി ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നതിന്റെ മീനിങ് വേറെയാണ്. ഇച്ചിരി ഡൗൺ ആണ്. അതും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിനിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെ ഒരു ഡോക്ടർ പറയേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചുറ്റും പറയാം ഞാൻ ഡിപ്രഷനിലാണ്, ഇങ്ങനെ അതൊരു നോർമൽ ടോക്കായി മാറി. എനിക്കൊന്ന് മൊത്തം ആൾക്കാരുടെ ഞാൻ ഡൗൺ ആണ്, അല്ലെ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്കൊന്ന് ഈ സൈക്കോളജി അല്ലെ അതൊരു വലിയ പ്രശ്നമല്ല എന്നും പണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്നൊരു കാലത്തുനിന്ന് ഇന്ന് എല്ലാവരും കൗൺസിലിങ്ങും പോകുന്നതുകൊണ്ട് അങ്ങനെ നോർമലൈസ് ചെയ്തു. അതുകൊണ്ടായിരിക്കാം നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് ഇവയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. ഈ ദിലീഷ് പോത്തൻ ഈ ആക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും അവരുടെ റേഞ്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അവർ ഇടപെടുന്ന മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് കുമ്പളങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അങ്ങനത്തെ പ്രോസസ്സുകളിലൊക്കെ അവെയർ ആയതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ ആസ് എൻ ആക്ടർ വളരെ സൗകര്യമുള്ള ഒരാളായിരുന്നു റോന്തിൽ. പോത്തൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തൻ്റെ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കും. ഓക്കെ, ആ ക്ലാരിറ്റി മതി.
അല്ലാതെ നമ്മൾ ഇങ്ങനെ പോത്തേണക്കണക്ക് ഒരാളെ ഒരിക്കലും പോയി പുറകെ നടന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട, ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐഡിയാസ് പറഞ്ഞ് പുള്ളിക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡാണ്. പിന്നെ ഈ പോലീസിങ്ങോ അതിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ എന്നാലും പോലീസിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ സംസാരിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ സമയത്ത് ഈ ആക്ടേഴ്സിന് പറഞ്ഞ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു ഭാഗം അവർക്ക് അങ്ങനെ ഫീഡ് ചെയ്യുക, അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പം ഇപ്പൊ റോഷനോട് ഞാൻ കഥ പറയുമ്പോൾ റോഷൻ എന്റെ കുറച്ച് പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. കാരണം റോഷൻ എന്നെ കണക്ട് ചെയ്യട്ടെ എന്നുള്ള ചിന്തയുണ്ടാവും. അല്ലാതെ നമ്മളെ ആവശ്യങ്ങളൊക്കെയാണ്. ഇപ്പം ഒരു ചെറിയ ഒരു പരിപാടി ചിലർക്ക് നമ്മൾ കഥ പോലും പറയാറില്ല ചില സീൻസിലൊക്കെ അഭിനയിക്കാൻ വരുന്നത്. കാരണം അവര് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിനു വേണ്ടി പണിയെടുക്കുന്നത്. അറിയാതിരുന്നാലും അത് കിട്ടിക്കോളും ആൾക്കാർക്ക്. അപ്പൊ അഭിനയിച്ച് പ്രയോഗിക്കണ്ട, അവർ വന്ന് നോർമലി ബിഹേവ് ചെയ്തിട്ട് പോയാൽ മതി. കഥ അവരറിയണ്ടേ ഇതാണ് സീൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. ചിലർക്ക് നമ്മൾ കഥ പറഞ്ഞേ പറ്റൂ, കാരണം അത്ര ഇമോഷണലല്ലേ. അത് ത്രൂ ഔട്ട് വരുന്ന ഒരു പരിപാടിയൊക്കെ ആകുമ്പം പറഞ്ഞാൽ മതി. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇവിടെ മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും കഥ പറഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ആൾക്കാരാണ്. അവരതിനുവേണ്ടി അത്യാവശ്യം പണിയെടുക്കുന്നവരുമാണ്. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കുക, അപ്പം എന്താ അവിടെ CCTV ഇല്ലാതിരുന്നത്, CCTVയുടെ ഒരു സാധ്യത എന്താ ഈ റൈറ്റർ എക്സ്പ്ലോർ ചെയ്യാതിരുന്നതെന്നൊക്കെ സിനിമ കഴിഞ്ഞ ഉടനെ ആളുകൾക്ക് ചർച്ചയിലുണ്ടാവും. ഒരു കുറ്റാന്വേഷണ സിനിമ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എഴുതുമ്പോൾ ഒരു ആസ് എ റൈറ്റർ ഇപ്പോൾ ഒരുപാട് പണ്ടത്തേക്കാൾ ഒരുപാട് കടമകളുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഇതിനകത്ത് ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു കോമഡി പറയാം. പിസ്റ്റൾ ഇല്ലാതെ ഒരു CI പോകുന്നു. ഈ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ പിസ്റ്റൾ വളരെ എളുപ്പമൊന്നുമല്ല. ഒരു CI സ്വന്തം സ്റ്റേഷനിൽ നിന്ന് പിസ്റ്റൾ എടുക്കണമെങ്കിൽ തന്നെ അവിടെ എഴുതി ഇത്ര റൗണ്ട് കയ്യിലെടുത്തു കൊണ്ടുപോകണം, അതിൻ്റെ അകത്തൊരു ഉണ്ട കാണാതെ പോയാൽ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ CIമാർ ഫുൾ ടൈം എവിടെയെങ്കിലും കേസിന് പോകുമ്പോൾ തോക്കെടുത്തോണ്ട് പോവുക. കാരണം ഈ തോക്കുമായിട്ട് ഇനി പ്രതിയെ പിടിക്കാൻ പോയി വെടിവെച്ചാലും നമ്മൾ തന്നെ കുറ്റക്കാരാവും. ആക്ച്വലി ഇപ്പം നരിവേട്ടലുണ്ട് ഡയലോഗ്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ട്രെയിനിങ്ങിനും എല്ലാം പോലീസ് നമ്മുടെ ട്രെയിനിങ് തരുന്ന ആൾ പറയും, എടാ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും നിനക്ക് എന്തിനോടെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് പ്രാർത്ഥിച്ചിട്ട് ഈ തോക്കെടുക്കുക. കാരണം ഇതുകൊണ്ട് വെടിവെച്ചാലും നമുക്ക് സസ്പെൻഷനാണ്, വെടിവെക്കാൻ ഓർഡർ വരുമ്പോൾ നമ്മൾ വെടിവെച്ചില്ലെങ്കിലും നമുക്ക് സസ്പെൻഷനാണ്. നേരെ മറിച്ച് പട്ടാളക്കാരൻ ഒരാൾ വെടിവെച്ച് വന്നാൽ ഹീറോയാ, പോലീസുകാരൻ വെടിവെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണിയാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന വെടിവെപ്പുകളിലെ എല്ലാം പോലീസുകാരുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയാണത്. അപ്പോൾ ഞാൻ പറയുന്നത് സിനിമ കണ്ട് ശീലിക്കുമ്പോഴാണ് CIയുടെ സകല സമയത്തും തോക്ക്. അപ്പൊ അങ്ങനെ എന്തോ ആരണ്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ CCTV ഫുട്ടേജ് കണ്ടാൽ മതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന് ആൾക്കാരുടെ ധാരണ. ഒരു മിനിമൽ ടൈമിൽ ഇത്ര മണിക്കൂർ CCTV ഫുട്ടേജ് എടുക്കണം. നമുക്കൊരു നമുക്കിപ്പോൾ ഇന്ന വണ്ടിയാണോ എന്ന് അറിയണമെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് CCTV കണ്ടുപിടിക്കാം. ആ ടൈമിന് പോയ ഒരു 10,000-കണക്കിന് വണ്ടികളിൽ നിന്ന് നമുക്ക് അറിയാൻ മേലാത്ര വണ്ടിയെ നമ്മൾ ഐഡന്റിഫൈ എടുക്കണമെങ്കിൽ മിനിമം അത്രയും ഫുട്ടേജ് ഒക്കെയാണ് എത്ര മണിക്കൂർ എടുക്കുമെന്നൊന്ന് ആലോചിക്കുക. എത്ര പോലീസുകാരുന്നതായിട്ട്. അപ്പം CCTV ഓക്കെയാണ്, നമുക്കൊരു ക്ലൂ കിട്ടി ഇന്ന സാധനമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിൽ തപ്പി ഒരാളെ തപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു. ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് CCTV നോക്കിയാൽ പോരാണ്. ഒരു മിനിമൽ ടൈമിൽ അത് നടക്കില്ല. എത്രയോ പോലീസുകാരിരുന്ന് പണിയെടുക്കുന്നതാണ്. ഓരോ CCTV ഓരോ പോലീസുകാരിരുന്ന് നോക്കിയാൽ തന്നെ ഒരു 50 പോലീസുകാരിരുന്ന് നോക്കിയാലും ഒരു ദിവസം കൊണ്ട് നടക്കണമെന്നില്ലത്. ഇപ്പൊ 5-ാം പാതിര കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സിനിമകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സീരിയൽ കില്ലർ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഷാഹിദ് കപൂറിനോട് എഴുതാൻ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ ഷാഹിദ് കപൂർ എങ്ങനെയാണ് സമീപിക്കുന്നുണ്ടാവുക? ഞാൻ തൽക്കാലം അങ്ങനെ സമീപിക്കില്ല. കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ പറഞ്ഞു ഇപ്പോൾ സീരിയൽ കില്ലിങ് പടം ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. കാരണം എങ്ങനെ ഒരു സീരിയൽ കില്ലർ വന്നാലും ഒരു ക്ലീശ ഉണ്ട് അതിൻ്റെ അകത്ത്. ഹോളിവുഡ് പടങ്ങൾ തൊട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന സോഡിയാക്ക് 7 ഒക്കെയാണ്. ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ തുടങ്ങിയുണ്ട്. അതിൻ്റെ ഒരു പേര് പിടിച്ചിട്ട് തന്നെ ഇവിടെയും മാറാൻ പറ്റത്തുള്ളൂ. ഏതാ റിയൽ സീരിയൽ കില്ലേഴ്സിന്റെ ലൈഫ് നമ്മളിപ്പോൾ കാണാമല്ലോ. അല്ലാതെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. അവർ വേറെ തന്നെ മനുഷ്യരാണ്. സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഫേക്കായിട്ട് നമ്മൾ ഈ ഫോർമാറ്റ് തന്നെ നമ്മളും പിടിക്കേണ്ടി വരും. എന്തോ പഴയൊരു മാനസിക പ്രശ്നം അതിന് കൊല്ലുന്നു. പോലീസുകാർ കുറച്ചുകൂടി മാന്യത പുലർത്തണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. എന്തിനാ ശരിക്കും അപ്പോൾ പോലീസുകാർ അനാവശ്യമായിട്ട് തെറി വിളിക്കുന്നു അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്? പലപ്പോഴും കേരളത്തിലൊരു 20% പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് 80% പേര് കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സിനിമയും മീഡിയയും കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്. ജനം പോലീസിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആദ്യമേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു പോലീസുകാരനെ വഴി കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന ആദ്യത്തെ വാക്കെന്തായിരിക്കും? ശത്രുവാണല്ലോ. ആ ബിഹേവിയറിലാണല്ലോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതാദ്യമേ മാറണം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് പണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കഴിച്ചില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നാണ്. ഈ 1.5 വയസ്സുള്ള കൊച്ചിന്റെ തലയ്ക്കകത്ത് പോലീസുകാരാണ്. അവൻ എത്ര വയസ്സായാലും അത് മാറും. പിന്നെ പോലീസിന്റെ ഞാൻ പറയട്ടെ, പോലീസ് ബ്രൂട്ടാലിറ്റി ഇല്ലായിരുന്നൊന്നുമല്ല. ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസായിരുന്നു. മിനിമം ആൾക്കാരെ വെച്ച് ഇവിടെ ആൾക്കാരെ അടിച്ചൊതുക്കി. അതിനുശേഷം ഭരണം വന്നതിന് ശേഷമാണെങ്കിലും നക്സൽ
അല്ലെ CPM വേട്ട എന്നൊക്കെ പറഞ്ഞ് ഒരു സമയത്ത് ഭീകരമായി ഉണ്ടായി. ഒരു 70 അടിയന്തരാവസ്ഥ വരെ പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 80s ഒക്കെ മാറി ഒരു 90s തൊട്ട് PSC ടെസ്റ്റ് വഴി പോലീസുകാർ കയറാൻ തുടങ്ങി. അതിനുശേഷം നല്ല മാറ്റമുണ്ട്. അതിനുശേഷം ഇത്രയും ബ്രൂട്ടാലിറ്റി ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് പോലീസുകാരെ ഇഷ്ടമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയും മീഡിയ ഉണ്ടാക്കിയത് തന്നെയാണ്. നിങ്ങൾ അടുത്തിടപഴകിയിരിക്കുന്ന എത്ര പോലീസുകാർക്ക് എന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോലീസുകാരായതാണ്. പിന്നെ പഴയ കണക്ക് അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ മണിയാർ ക്യാമ്പിൽ അപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് ആ ബാരക്കിൻ്റെ അന്ന് പുതിയ ബാച്ച് കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരാണ് എല്ലാം. ഒരു തീപ്പെട്ടി വെച്ചിട്ട് അവിടെ വലിക്കുന്ന ആൾക്കാരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയും നീറ്റായിട്ടുള്ള പോലീസുകാരാണ് ഇപ്പോൾ ഉള്ളത്. സിനിമകളിൽ നിന്ന് സിനിമ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരു സിനിമ കണ്ടു, ആ സിനിമയുടെ ഒരു കഥാതന്തു ഭയങ്കരമായിട്ട് വോക്കായി, അപ്പോൾ നമുക്കതൊന്ന് സിനിമ ഉണ്ടാക്കാം, അങ്ങനത്തെ ചിന്തകൾ വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ഇപ്പോൾ ഇൻസ്പയർ ചെയ്യുന്നത്? പുസ്തകങ്ങൾ ഇൻസ്പയർ ചെയ്യുമോ? ജോസഫ് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് കുറ്റാന്വേഷണ കഥ എഴുതാൻ പറ്റുമെന്നൊരു സംവിധായകൻ പറഞ്ഞിട്ട് എഴുതിയതാണ് ജോസഫ്. എന്ന് വെച്ചാൽ ഒരു കുറ്റാന്വേഷണം എനിക്കൊന്നുമില്ല, പക്ഷേ കുറ്റാന്വേഷണം എഴുതിയാൽ ചിലപ്പോൾ സിനിമയിൽ വരാൻ പറ്റും തിരക്കഥ. അതിന് മുമ്പ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ച ആളാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതിയതാണ് ജോസഫ്. നായാട്ട് ഒരു ബൈ ചാൻസ് കേട്ടൊരു ഇവൻ്റാണ്, ഒരു ഇൻസിഡൻ്റാണ്. 2 ദളിത് കുട്ടികൾ 3 പോലീസുകാർ ട്രാവൽ ചെയ്ത വണ്ടി ഇടിച്ച് അവർക്കെതിരെ ഇങ്ങനത്തെ സെക്ഷൻ ഇട്ട് അവർ ഒളിവിൽ പോയി. എനിക്കൊന്ന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്ന് സെറ്റാവുന്നത്. അതൊരു പൊതു ഇലക്ഷൻ സമയത്ത്. അത് ആ വേർഡാണ് എന്തോ കണക്റ്റായി. അതിൽ എനിക്ക് ഫീൽ ചെയ്ത അതാണ്. എലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുമ്പം അവർ രണ്ടും എഴുതിയൊരു കഥയാണ്. അത് വേറെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു, അത് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് സിനിമ ചെയ്യണമെന്ന് ഇങ്ങനൊരു പോയിന്റ് വന്നു. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഈ പറയുന്ന കണക്കാണ്. വേറൊരു സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന് വേണ്ടി ഉണ്ടാക്കിയൊരു തോട്ട് പ്രോസാണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പം 1-2 പേര് പറഞ്ഞു വേണ്ട, അത് പഴയ ആദ്യത്തെ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇത് വെറുതെ കിടന്നപ്പോൾ ഇതൊരു ചാൻസായി. അപ്പോൾ വെറുതെ ഇങ്ങനൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നത് അത് സിനിമയായി, കൊമേഴ്ഷ്യൽ വർക്കൗട്ട് ആവുമെന്ന് തോന്നി. ആ മീറ്ററി അങ്ങനെ പോയി. ഇപ്പോൾ റോന്ത് എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇത് പറയണമെന്ന് തോന്നി. എനിക്ക് ഇഷ്ടമുള്ളൊരു രസമുള്ള സിനിമയായിട്ട് തോന്നി. എൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഈ സിനിമയ്ക്ക്, അതാണ് റോന്ത്. ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത സിനിമ ഏതായിരുന്നു? ഏറ്റവും അധികം എന്നെ ഇങ്ങനെയും സിനിമകളുണ്ട് എന്ന് പൊളിറ്റിക്സ് പഠിപ്പിച്ച സിനിമകളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടഹാർ മക്ബൽ ബഫിൻ്റെ. പിന്നെ എനിക്ക് കുറസോയുടെ സ്ട്രേഡോ എന്ന് പറഞ്ഞ പടം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഹോട്ടൽ റവാണ്ട എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതെനിക്കിഷ്ടമാണ്. കുറച്ച് പടങ്ങളുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ള പടങ്ങൾ കുറച്ചുണ്ട്. ഈ പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ ഡൗൺ ആവുമ്പോൾ ആ സിനിമ പോയി കണ്ട് റീവാച്ച് ചെയ്ത് ചാർജ് ചെയ്ത് പിന്നെയും പോയി എഴുതി. ഈ പടങ്ങളൊന്നും പോയി അങ്ങനെ ഹാപ്പിനെസ്സിന് വേണ്ടി കാണുന്ന പടങ്ങളല്ല. ഹാപ്പിനെസ്സിന് കാണാൻ ഞാൻ ഇപ്പോഴും ഇവിടുത്തെ പഴയ പ്രിയദർശൻ സാർ, സത്യനന്ദിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ പടങ്ങളാണ് കാണാറുള്ളത്. കാരണം ഇപ്പോഴും റിപ്പീറ്റ് കാണുന്നത് അതൊക്കെയാണ്. ഇപ്പം എപ്പോൾ ഇരുന്നാലും അങ്ങനത്തെ പടങ്ങൾ വരുമ്പം ആ ഫൺ പടങ്ങളുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അക്കരെ 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 എനിക്കൊന്നും അതൊക്കെ ഇപ്പോഴും അങ്ങനത്തെ സിനിമകൾ എപ്പോൾ വന്നാലും ടി വിയിലുണ്ട്, ചുമ്മാ ഇരുന്നങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ സിനിമ എഴുതാനുള്ള ശ്രമമോ ആലോചനയോ വന്നിട്ടുണ്ടോ? ഇല്ല, അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് വർക്കാവുന്നത്, അപ്പോൾ കഞ്ഞൂടി ഇങ്ങനെ അടക്കട്ടെ എന്നുള്ള ചിന്തയാണ്. അത് എഴുതാൻ പറ്റുന്നവരും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഭയങ്കര പാടാണ്. ഇപ്പം ചിരിപ്പിക്കാനാണ് ഭയങ്കര പാട്. കാരണം ആ ചിരി വർക്കായില്ലെങ്കിൽ തീർന്നു സിനിമ, അപ്പാടെ പോകും. നിങ്ങൾക്ക് റീൽസ് വരുന്നു, നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തൊരു ഹ്യൂമർ ഉണ്ടാക്കി മാത്രമേ സിനിമ നിൽക്കൂ. ഇപ്പോൾ അത് നല്ല പണിയാണ്. റോന്ത് 13-ന് റിലീസാവുന്നു. പ്രേക്ഷകർ കൂടെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന കഥാസന്ദർഭങ്ങൾ അത് 10 മിനിറ്റ് അപ്പുറത്തേക്ക് നീട്ടാനുള്ള ഒരു ശ്രമമുണ്ടോ? ഇല്ല, ഈ കഥയും കഥാപാത്രങ്ങളുടെ ആൾക്കാരുള്ളിൽ നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സിനിമയുടെ ഏറ്റവും എന്നോട് ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ എന്താണെന്ന് ചോദിച്ചാൽ റോഷൻ്റെയും പോത്തൻ്റെയും അഭിനയം തന്നെയാണ്. അവർ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ ഭയങ്കരമായി കണക്റ്റ് ആവും. പിന്നെ സാഹചര്യങ്ങളും മറ്റേ അങ്ങനത്തെ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കണക്ക് ഉള്ള ഹൈ ഡ്രാമ അങ്ങനത്തെ ത്രില്ലറോ ഒന്നുമല്ല. നല്ല 2 മനുഷ്യരായിട്ട്, നല്ല 2 പോലീസുകാരായിട്ട് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ വിശ്വാസമാണ്. എന്തൊക്കെയാ ഭാവി എഴുത്തുകൾ? ഭാവി 1-2 പടങ്ങളുണ്ട്. എഴുത്ത് അങ്ങനെ പറയാറായിട്ടില്ല. രതീഷ് അമ്പാട്ട്, രതീഷേറിന് വേണ്ടി ഞങ്ങളൊന്നും ആയില്ല. എൻ്റെ ഒരു ഇനിഷ്യൽ ചിന്തകളി മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതൊരു പടം അതിപ്പോൾ പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് പോലീസുകാർ മലയാള സിനിമയിൽ വന്നു പോകട്ടെ ഷാഹിദ് കപൂറിൻ്റെ എഴുത്തിലൂടെ. അല്ലാത്ത മനുഷ്യരെയും സ്ത്രീകളെയും പ്രണയങ്ങളും ഒക്കെയും വരട്ടെ. ഓക്കെ, നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.